എന്നാൽ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുമില്ല. അരയുടെ ഭാഗം വരെയുള്ള വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മാത്രവുമല്ല ഈ റോബോട്ടിന് മറ്റു 2 റോബോട്ടുകളെക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും ഉണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ലാബിന് പുറത്തുള്ള എന്തോ ഒരു മെയിൻ്റനൻസ് വർക്ക് ജോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും പണി വന്നിട്ടുണ്ടെങ്കിൽ ജോനെ സഹായിക്കാൻ വേറെ ആരുമില്ല. ആകെ കൂടിയുള്ളത് ജെ2 മാത്രമാണ്. അങ്ങനെ ജെ2ന്റെ സഹായത്തോടു കൂടി തന്നെ ആ മെയിൻ്റനൻസ് വർക്ക് ജോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജെ2 ജോയോടായി പറയുകയാണ്, എന്താണ് ആ റൂമിലേക്ക് എന്നെ അലോ ചെയ്യാത്തത്? എന്നെ അങ്ങോട്ടേക്ക് കയറ്റിയില്ല എങ്കിലും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് എനിക്ക് അറിയാമെന്ന്. ജെ2 കുറച്ച് പോസസീവായി സംസാരിക്കുന്നത് ജോയ്ക്ക് ഫീൽ ചെയ്യുകയാണ്. ജോ മൂന്നാമതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റോബോട്ടിന്റെ കാര്യമാണ് ജെ2 പറയുന്നത് എന്ന് ജോയ്ക്ക് മനസ്സിലാകുന്നു. അതീവ രഹസ്യമായാണ് ജോ ആ റൂമിൽ റോബോട്ടിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോ ജെ2നെ ആ റൂമിൽ അലോ ചെയ്യാറില്ല. ജെ2ന് നല്ല കുശുമ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ജോ ജെ2നോടായി പറയുകയാണ്, നീ പേടിക്കണ്ട, ഞാൻ മൂന്നാമതായി ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന്.